ഈ ഓരോ കൗൺസിലർമാരും ഈ ജയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മണ്ഡലത്തിൽ അത് കാണിക്കുക, തെളിയിക്കുക. അതായിരിക്കും അടുത്ത ഇലക്ഷനിൽ വലിയൊരു പ്രധാന ഘടകം ബി ജെ പിയുടെ ജയത്തിലോട്ട് നയിക്കാൻ പോകുന്നത്. 25 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും ഭാര്യയുടെ കുടുംബവും എൻ്റെ ഓഫീസൊക്കെ വട്ടിയൂർക്കാവിലാണ്. ഇതിന് പുറമെ നമുക്കിവിടെ ബൂത്ത് തലം 172 ബൂത്തുകളാണ്. ഓരോ ബൂത്തും എനിക്കറിയാം. അതിന് മുകളിൽ ഏരിയ ആയിക്കോട്ടെ, മണ്ഡലമായിക്കോട്ടെ, ഓരോ മണ്ഡലം പ്രസിഡന്റും ഏരിയ പ്രസിഡന്റുമായിട്ട് നിത്യബന്ധത്തിലിരിക്കുകയാണ്. പിന്നെ സംഘവുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഓരോ പൊതുപ്രവർത്തകനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അവനവൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഗുണവശം എന്ന് വെച്ചാൽ, ഒന്ന്, പാർട്ടിക്ക് സോളിഡായിട്ട് വോട്ടുകളുണ്ട്. 2, പാർട്ടിക്ക് അതീതമായി നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് അനുകൂലമാവും. പിന്നെ ഇതിനകത്തൊക്കെ ഒരു വലിയ ഘടകം എന്ന് വെച്ചാൽ, ഇന്ന് ജെൻസികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവരുടെ പ്രശ്നങ്ങൾ ആരും പരിഹരിക്കുന്നില്ല, അവരുമായിട്ടൊരു ബന്ധവുമില്ല. അവിടെ ദൈവമായിട്ട് എനിക്ക് 4 മക്കളെ തന്നിരിക്കുന്നു. ഇളയാൾക്ക് 20-ഉം മറ്റേയാൾക്ക് 30-ഉമാണ്. അപ്പോൾ ഇവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതും, അപ്പോൾ അവരും ജെൻസിയുമായിട്ട്, അവർ ജെൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അവരുടെ അച്ഛൻ എന്നുള്ളത് എനിക്ക് എന്നും ഒരു അഡ്വാൻറ്റേജാണ്. മാത്രമല്ല, ഇന്ന് ഒരു കൊച്ചുമോനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ പേരിലൊരു വ്യാജ കേസും എല്ലാം ഉണ്ടാക്കി ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് മകള് 9 മാസം ഗർഭിണിയായിട്ടിരിക്കുകയായിരുന്നു. ഇവൻ അകത്ത് കിടന്ന് വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ഇവൻ്റെ ജനനം പോലും ജനങ്ങൾക്ക് അത് അവരെ വലിയ സ്നേഹിച്ചു, അവർ വലിയ താല്പര്യം കാണിച്ചു, അവരുടെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഓരോരുത്തരെ നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കും. എന്തിനു വെച്ചാൽ ജെൻസിയിലോട്ടും, അതും കഴിഞ്ഞപ്പോൾ ആൽഫയും ബീറ്റയുമായി ജനറേഷൻ. അപ്പോൾ ബീറ്റയിലാണ് നമ്മുടെ ഏറ്റവും ഇളയ ആൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജെൻസികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പിതാവാണ് ഞാൻ. ഇത് അവർക്കും അറിയാം. അവർക്കാണെങ്കിൽ വോട്ടിങ്ങിൽ വലിയ താല്പര്യമില്ലാതെ വരികയാണ്. അപ്പോൾ അവരും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യും. ആ വോട്ടുമെല്ലാം വ്യക്തിപരമായി നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നതാണ്. ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം കുറിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും 2026 ഏപ്രിലിൽ നടക്കാൻ പോകുന്നത്. പ്രതീക്ഷയ്ക്ക് കുറേയധികം കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭയുടെ കണക്ക് വെച്ച് നോക്കിയാൽ 11 ഇടങ്ങളിൽ BJP 1-ാം സ്ഥാനത്തും, 8-9 ഇടങ്ങളിൽ നമ്മൾ 2-ാം സ്ഥാനത്തും, വളരെ നേരിയ വ്യത്യാസത്തിൽ ഒരു 9 സ്ഥലത്ത് 3-ാം സ്ഥാനത്തുമായിട്ടുണ്ട്. അങ്ങനെ എടുത്താൽ 28ഓളം സ്ഥലങ്ങളിൽ, 29ഓളം സ്ഥലങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന്. 2, ഇപ്പോഴത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു ആവേശം. 3, ഇതൊന്നുമല്ലാത്തൊരു വസ്തുത വരാൻ പോകുന്നുണ്ട്. SIR നമ്മൾ പറയാറുണ്ട്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അതാദ്യമായിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ബീഹാറിലായിരുന്നു. അതിൻ്റെ എഫക്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, BJP പോലും കരുതാതെ, അതായത് 243 സീറ്റിൽ 202 സീറ്റോട് കൂടി ഒരു സുനാമിയോട് കൂടിയാണ് അവിടെ BJP ഭരണത്തിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിൽ SIRൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫെബ്രുവരി അവസാനത്തോടു കൂടി പുതിയ പട്ടിക വരും. ഇപ്പോൾ കരട് പട്ടികയിൽ തന്നെ ഏകദേശം 25 ലക്ഷം പേരാണ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. അതിൽ ഏതാനും മാറ്റങ്ങളൊക്കെ വരും. പലരുടെയും പേരുകൾ രജിസ്റ്റേർഡ് അല്ലാത്തവരൊക്കെ അതിനകത്ത് കയറും. എന്നാലും ശരാശരി ഒരു 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്ക് ആൾക്കാർ പോയാൽ ചിലപ്പോൾ ഒരു 10,000 മുതൽ 20,000 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പുറത്താവും. അതാരുടെ വോട്ടായിരിക്കും പോകാൻ പോകുന്നതാണ് വലിയൊരു വിഷയം. കണക്കുകൾ വെച്ച് 4 സ്ഥലത്താണ് സാധ്യത: നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, സെൻട്രൽ. അത് മാത്രമല്ല, ഇതിനകത്ത് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വികസന രേഖ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അറിവ് പ്രകാരം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഇത് ജനങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്: കേന്ദ്ര സർക്കാരിൻ്റെ നേരെ ഇന്ന് വരെ ഒരു രൂപയുടെ അഴിമതി ആരോപണം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്കൊരു മേയറുണ്ട്, നമ്മുടെ ഭരണം കയ്യിലിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇന്ന് വരെ ഇവിടുന്ന് ചോദിക്കാറില്ലായിരുന്നു ഇതിന് മുൻപത്തെ ഭരണകൂടം. കൊടുക്കുന്നതിന് വാങ്ങിച്ച് സ്റ്റിക്കർ മാറ്റി സ്വന്തം പേരിലാക്കുന്നതായിരുന്നു ഇതുവരെയുള്ള ചരിത്രം. ഇനിയിപ്പോൾ അതല്ല, ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതിനപ്പുറം കൊടുത്തു നിൽക്കുന്ന കൈയാണ്. അതുകൊണ്ട് ആ വികസനത്തിൻ്റെ തുടക്കം എന്തായാലും അടുത്തൊരു 1-2 മാസത്തിനകത്ത് നമ്മൾ കണ്ടു തുടങ്ങും. അതും ജനങ്ങളിൽ വലിയൊരു വിശ്വാസത്തിന് ഇട കൊടുക്കും. അതുകൊണ്ട് ഈ ഓരോ കൗൺസിലർമാരും ഈ ജയിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മണ്ഡലത്തിൽ അത് കാണിക്കുക, തെളിയിക്കുക.
അതായിരിക്കും അടുത്ത ഇലക്ഷനിലെ വലിയൊരു പ്രധാന ഘടകം ബി ജെ പിയുടെ ജയത്തിലോട്ട് നയിക്കാൻ പോകുന്നത്.